Hello everyone, welcome back to another video of Microsoft Excel training series presented by Excel Village. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഇൻ്റർഫേസിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്താണെന്നും അതിനെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. അതിന് തൊട്ട് താഴെയുള്ള റിബണെക്കുറിച്ചും അതുപോലെ തന്നെ ഫോർമുല ബാറിനെ കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ ഇൻ്റർഫേസിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും താഴെ ബോട്ടം മോസ്റ്റിൽ കാണുന്ന ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് സ്റ്റാറ്റസ് ബാർ. ഈ ഒരു ഫീച്ചർ നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ കസ്റ്റമൈസേഷനെ കുറിച്ച് പറഞ്ഞ മാതിരി അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു ഫീച്ചറാണ്. എന്നാൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെസ്സേജസും കാര്യങ്ങളൊക്കെ പോപ്പപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൈക്രോസോഫ്റ്റ് എക്സലിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു സ്റ്റാറ്റസ് ബാർ നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾ ഈ ഒരു സ്റ്റാറ്റസ് ബാറിൻ്റെ വലതു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു പോർഷന് പറയുന്ന പേരാണ് വ്യൂസ്. അപ്പോൾ ഇവിടെ ബൈ ഡിഫോൾട്ടായിട്ട് നോർമൽ വ്യൂവിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമുക്കിവിടെ പേജ് ലേഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ പേജ് ബ്രേക്ക് പ്രിവ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു വർക്ക് ബുക്കിൻ്റെ ഡിഫറെൻറ്റ് വ്യൂസാണ്. ഇപ്പോൾ ഞാൻ പേജ് ലേഔട്ട് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് ബുക്ക് ഈ ഒരു സ്ട്രക്ചറിലോട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു വ്യൂസിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ഓപ്ഷൻ കൂടെയുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് സൂം ഇൻ ഓർ സൂം ഔട്ട് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വ്യൂസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഈ റിബണിൽ വ്യൂ എന്നുള്ള റിബണിൽ പോയാൽ ഇവിടെയും നമുക്ക് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൂം ഇൻ ആണെങ്കിലും സൂം ഔട്ട് ആണെങ്കിലും അത് നമുക്ക് ഈ വ്യൂ എന്നുള്ള ഓപ്ഷനിൽ നിന്ന് വ്യൂ എന്നുള്ള റിബണിൽ നിന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റാറ്റസ് ബാർ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു മെനു അപ്പിയർ ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ഇൻ്റർഫേസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, നമ്മൾ ഈ ഒരു എക്സൽ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ന്യൂ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ള ഒരു ഓപ്ഷനായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സൽ ഇൻ്റർഫേസിൽ ഏതാണ് ആ ബ്ലാങ്ക് വർക്ക് ബുക്ക് ഏരിയ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പ് മോസ്റ്റ് പോർഷനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഈ ബോട്ടം മോസ്റ്റ് പോർഷനും മാറ്റി നിർത്തിയാൽ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റയും അതുപോലെ തന്നെ നമുക്ക് എന്ത് കാൽക്കുലേഷൻ എക്സൽ ഉപയോഗിച്ച് എന്ത് കാൽക്കുലേഷനും ഡാറ്റ ഓപ്പറേഷനും എല്ലാം ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വൈറ്റ് പൊസിഷനിലാണ്. നിങ്ങൾ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഒരു എക്സ്പീരിയൻസ്ഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു വർക്ക് ബുക്ക് എന്നൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വർക്ക് ബുക്ക്, എന്താണ് വർക്ക് ഷീറ്റ്, എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, എങ്ങനെയാണ് നമുക്ക് ഇവ നാവിഗേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ എക്സൽ വില്ലേജിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.